ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ ശാലിനി അന്വേഷിച്ച് പുറത്തേക്ക് എത്തുന്നു. ശാലിനി ശ്യാമ വരുന്നത് കണ്ടതോടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ശ്യാമ ചോദിച്ചു, കുഞ്ഞേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ പൂജ തുടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, അതെ, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങോട്ട് വന്നാൽ സത്യാമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല. വെറുതെ എന്തിനാ സത്യാമ്മയുടെ ഒരു കോപം വാങ്ങിച്ചു വെക്കുന്നത്? സത്യാമ്മ അതും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ശ്യാമയോട് ശാലിനി ചോദിച്ചു. അത് കേട്ടതും ശാലിനിയോട് ശ്യാമ പറഞ്ഞു, സാരമില്ല കുഞ്ഞേച്ചി, ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് അത് പപ്പിമോളുടെ ആയുസിന് വേണ്ടിയുള്ളതാണ്. കുഞ്ഞേച്ചി ഇപ്പോ പൂജ തുടങ്ങുമ്പോൾ തന്നെ പറയുകയും ചെയ്തു, ഈ പൂജയിൽ പ്രധാനമായും ചെയ്യേണ്ട ചടങ്ങുകൾ അത് അമ്മയ്ക്കുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് പപ്പിമോളുടെ അമ്മയാവുന്നത്? പപ്പിമോളുടെ അമ്മ കുഞ്ഞേച്ചിയാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകൾ ചെയ്യേണ്ടതും കുഞ്ഞേച്ചി തന്നെയാണ്. കുഞ്ഞേച്ചി, നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറഞ്ഞാലോ? അതാ നല്ലത്. ഇവിടെ ഇപ്പോ എന്റെ ജീവിതമോ കുഞ്ഞേച്ചിയുടെ ജീവിതമോ അല്ല വലുത്, മറിച്ച് പപ്പിമോളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ പപ്പിമോളുടെ ജീവന് ഒരാപത്തും വരുത്താതിരിക്കാനായിട്ട് നമുക്ക് അത് ചെയ്തേ പറ്റൂ. ഈ ചടങ്ങ്, ഈ പൂജ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നടത്തണം. കുഞ്ഞേച്ചി, മറ്റെല്ലാം മറക്ക്. നമുക്ക് ഈ സത്യം എത്രയും വേഗം എല്ലാവരോടും പറയാം. അതിനുശേഷം സംഭവിക്കുന്ന എന്തായാലും കുഴപ്പമില്ല കുഞ്ഞേച്ചി എന്ന് ശ്യാമ ശാലിനിയോട് അറിയിച്ചു. ഇത് കേട്ടതും ശാലിനി പറഞ്ഞു, മോളെ ശ്യാമേ, നീ പറയുന്നത് പോലെ എല്ലാ സത്യവും എല്ലാവരോടും പറയാം. എന്നിട്ടോ എന്താ സംഭവിക്കുക? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പപ്പിമോളുടെ ജീവന് ആപത്തൊന്നും വരാതിരിക്കാനായി നടത്തുന്ന ഹോമമല്ലേ ഇത്? ഇതിൽ ഞാൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയും ഞാൻ ഈ പൂജയിൽ പങ്കെടുത്തോളാം. അത് നീ ഒന്ന് സമ്മതിക്കും മോളെ. തൽക്കാലം നീ അവിടേക്ക് ചെല്ല്, ഞാൻ വന്നോളാം. ഇനി നീ ആയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, അതല്ല, പപ്പിമോളുടെ ജീവന് ആപത്തുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോ മറ്റൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല കുഞ്ഞേച്ചി. മോളുടെ ജീവന് ആപത്തൊന്നും വരുത്തരുത്, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. തൽക്കാലം നീ പൊക്കോ. ഇപ്പോ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ എല്ലാവരെയും അറിയിക്കാനായി നടക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നീ കൂടി എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് പറഞ്ഞപ്പോ ശ്യാമ ചോദിച്ചു, കുഞ്ഞേച്ചി എന്താ ഈ പറഞ്ഞത്? ഇപ്പോ സത്യങ്ങൾ എല്ലാവരെയും അറിയിക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണെന്നോ? എന്ന് പറഞ്ഞ ഈ സത്യം അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ കുഞ്ഞേച്ചി? ആരെങ്കിലും കുഞ്ഞേച്ചിയെ വിളിച്ചോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, ഇല്ല, ഞാനിങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഇനി ഇത് മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ എന്റെ ഈ ടെൻഷൻ കൂടും കുഞ്ഞേച്ചി. ഞാൻ ടെൻഷൻ അടിച്ച് സ്വയം ഇല്ലാതായി തീരും, അതാണ് സത്യം എന്ന് ശാലിനിയുടെ സങ്കടത്തോടെ അറിയിച്ചു. മോളെ ശ്യാമേ, നീ ഇങ്ങനെ കിടന്നൊന്ന് സമാധാനപ്പെട്. ഞാൻ പെട്ടെന്നൊരു വിഷമത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവാതെ വേഗം നീ പറഞ്ഞത് ഒന്ന് അനുസരിക്ക്. ചെന്ന് ആ ചടങ്ങിൽ പങ്കെടുക്ക്, ചെല്ല്. പൂജയ്ക്ക് ഇനിയും സമയമായെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചെന്ന് ആ പൂജയിൽ പങ്കുചേര്. ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ സമാധാനപ്പെടുത്തി പറഞ്ഞയച്ചു. കുഞ്ഞേച്ചി വരുമല്ലോ എന്ന് പറഞ്ഞു, ഞാൻ വരാം, നീ ഒന്ന് പോ എന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞയച്ചു. ശ്യാമ മനസ്സോടെ പോയി കഴിയുമ്പോഴേക്കും ശാലിനി തന്നെ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആൾ ആരായിരിക്കും എന്നോർത്ത് അത് കണ്ടെത്താൻ എന്താ പോംവഴിയെന്ന് ആലോചിക്കുന്നു. പിന്നീട് താൻ വിളിച്ചു വരുത്തിയ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരെ ശാലിനി കാണുന്നു. അതെ, കുറച്ചു നേരമായിട്ട് എന്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആ നമ്പർ ആരുടേതാണെന്നും അത് എവിടെ നിന്നാ വിളിക്കുന്നതെന്നും ട്രേസ് ഔട്ട് ചെയ്യണം. ഒരു കാരണവശാലും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ആരും അറിയരുത്. ഈ ക്ഷേത്രത്തിൽ എന്റെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഏതാണെങ്കിലും ശരി, അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ എനിക്ക് എത്താൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? നിങ്ങളോട് തന്നെ വേണം ആ കോള് എന്റെ അരികിലെത്താൻ എന്ന് പറഞ്ഞതും ഉടനെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, തീർച്ചയായിട്ടും മാഡം, മേഡത്തിന്റെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതെ മേഡത്തിന് എത്തില്ല, തീർച്ച എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ശാലിനി അവരെ പറഞ്ഞയച്ചു. ഞങ്ങളുടെ ആ കാണുന്ന കാറിലുണ്ടാവും എന്ന് പറഞ്ഞ് അവർ വേഗം പോകുന്നു. അപ്പോൾ ട്രാക്കർ ഞങ്ങൾ അതിലായിരിക്കും ഘടിപ്പിക്കുന്നതെന്നും അറിയിക്കുന്നു. അപ്പുറത്ത് മാറുന്ന സുസ്മിത ഇത് കൃത്യമായി വാച്ച് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ കളക്ടർ ബുദ്ധിയുമായിട്ട് അവൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ശാലിനി, നിന്റെ ഈ ബുദ്ധിക്ക് ഞാൻ തരാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് സുസ്മിത വേഗം തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി കോൾ എടുത്തതും സുസ്മിത പറഞ്ഞു, അത് ശരി, അപ്പൊ നീ എന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അല്ലെ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, തീർച്ചയായിട്ടും. നീ ഇപ്പോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോ അല്ലെങ്കിലും ഒരു ഓലപ്പാമ്പിനെ കണ്ട് ഭയപ്പെടാൻ പാടില്ലല്ലോ. ഞാനേ ഒന്നുമല്ലെങ്കിലും ഒരു ജില്ല ഭരിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ടതും സുസ്മിത പറഞ്ഞു, ശരി, ആയിക്കോട്ടെ, നീ എന്ത് വേണമെങ്കിലും നടത്തിക്കോ. ഈ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. നീ ഇപ്പോ എന്തിനും അഹങ്കാരത്തോടുകൂടി പറയുന്ന ഈ ശാലിനി വിഷ്ണു എന്നുള്ള പേരുണ്ടല്ലോ, നിന്റെ ആ വാലറ്റത്തെ വിഷ്ണു, അവൻ തന്നെയായിരിക്കും നിനക്കുള്ള പണിക്കുറ്റം തീർത്തു തരാൻ പോകുന്നത്. ഇന്ന് നിനക്ക് അതിനുള്ള തിരിച്ചടി ലഭിക്കാൻ പോവാ.
നീ ആ കുടുംബത്തെ തകർത്തതിന് നിനക്ക് ഇന്ന് തന്നെ സമ്മാനവും കൈനിറയെ കിട്ടും. നീ നോക്കിക്കോ, വിഷ്ണുവിനെ കൊണ്ട് തന്നെ നിനക്കുള്ള സമ്മാനം ഞാൻ തന്നിരിക്കും, നീ നീ പോലും അറിയാതെ എന്ന് പറഞ്ഞ് സുസ്മിത വേഗം ഫോൺ വയ്ക്കുന്നു. ശാലിനി അതെല്ലാം കേട്ടതോടെ അപ്പോ അവൾ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്, അവൾ എല്ലാ നീക്കങ്ങളും കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ശാലിനി ചിന്തിച്ചു. ശാലിനി അതിനുശേഷം കോള് കട്ടായി കഴിയുമ്പോൾ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ശാലിനി എത്രയും വേഗം അവൾ തന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് സത്യാമ്മയുടെ അരികിലേക്ക് ചെല്ലും. തന്നെ വെല്ലുവിളിച്ചത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സത്യാമ്മയോട് എല്ലാം തുറന്നു പറയുമെന്നാണ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും സത്യാമ്മയുടെ അരികിലേക്ക് വരാനാണ് അവൾ ശ്രമിക്കുക. അതിന് ഇനി ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. സത്യാമ്മയുടെ അരികിലേക്ക് എത്തി സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എനിക്ക് അവളെ പിടികൂടണം. അത് മാത്രമാണ് ഇനിയുള്ള പോംവഴി. അതിനു മുൻപ് എനിക്ക് അവളെ പിടികൂടിയേ തീരൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശാലിനി സത്യാമ്മയ്ക്ക് അരികിലേക്ക് വരാൻ പോകുന്ന ആ പെണ്ണേതാണെന്നറിയാനായി വേഗം അവിടെ സത്യഭാമ നിൽക്കുന്ന സ്ഥലം ലക്ഷ്യം വെച്ച് ശാലിനി നടന്നു. അപ്പോഴാണ് വിഷ്ണു ശാലിനിക്ക് നേരെ എതിരായി എത്തിയത്. ശാലിനിയെ കണ്ടതും വിഷ്ണു ചോദിച്ചു, ശാലിനി താൻ ഇതെങ്ങോട്ടാ, തനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ശാലിനി പറഞ്ഞു, ഒന്നുമില്ല വിഷ്ണുവേട്ടാ. എടോ, തന്നെ അമ്മ വഴക്ക് പറഞ്ഞോ? തന്റെ മുഖം മാറിയത് കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും. എടോ, തന്നെ തന്നെ അമ്മ വീണ്ടും വഴക്ക് പറഞ്ഞോ? എന്താടോ സംഭവിച്ചത്? അമ്മയുടെ കാര്യം തനിക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ടാ, സത്യാമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോ അതിലും വലിയൊരു കാര്യത്തിന്റെ പിന്നാലെയാണ്. വിഷ്ണു എന്നെ വിട് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, എടോ, എന്നെക്കാളും വലിയ എന്ത് കാര്യമാടോ തനിക്കുള്ളത്? ഇത് ഞാൻ പറഞ്ഞതല്ല, താൻ തന്നെ പറഞ്ഞതാ എന്ന് വിഷ്ണു ശാലിനിയോട് പറയുമ്പോൾ ശാലിനി ആകെ ധർമ്മസങ്കടത്തോടെ വിഷ്ണു നോക്കി. വിഷ്ണുവേട്ടാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, വന്ന് തനിക്കിപ്പം എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതായി അല്ലേ? എന്നോട് ഒന്ന് സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാതായല്ലേ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിക്കുന്നു. ശാലിനി ആകെ സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കി. വിഷ്ണുവേട്ടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, ശരി, തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഇന്നത്തെ ഈ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഞാൻ സമാധാനത്തോടെ വിഷ്ണുവേട്ടനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, ശരി, തന്റെ സൗകര്യം വെക്കുമ്പോൾ അല്ലെ, തനിക്ക് സൗകര്യം വെക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു. ശാലിനി ആകെ സങ്കടത്തോടെ താൻ പറഞ്ഞൊന്നും തൻ്റെതായ രീതിയിൽ താൻ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ തന്നെ ഒരു കുറ്റക്കാരിയായി താൻ മറ്റൊരു രീതിയിൽ വിഷ്ണുവിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നു, വിഷ്ണുവേട്ടനെ താൻ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ വിഷ്ണു കുറ്റപ്പെടുത്തിക്കൊണ്ട് ശാലിനിയോട് സംസാരിച്ചത് ഓർത്ത് ശാലിനി വിഷമത്തോടെ അവിടെ നിന്ന് നടന്നു നീങ്ങി. വിഷ്ണു ശാലിനിയുടെ പെരുമാറ്റത്തിൽ മനസ്സ് തകർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ എത്രയും വേഗം തന്റെ ജീവിതം തകർക്കാനായി വന്നിരിക്കുന്ന അവരെ കണ്ടെത്തുക എന്നത് മാത്രമാണ് ഏക ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്നു. അതിന് ഇനി എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ തീരൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശാലിനി മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ സൈബർ സെല്ലിൽ നിന്ന് വന്ന ആ ഉദ്യോഗസ്ഥർ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. മാഡം, ഇപ്പോ ഈ ക്ഷേത്ര പരിസരം മൊത്തം നമ്മുടെ നിരീക്ഷണത്തിലാണ്, നമ്മളുടെ ട്രാക്കിലൂടെയാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും മേഡത്തിന്റെ ഫോണിലേക്ക് വരുന്ന ഏത് കോളും ഞങ്ങൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ മേഡത്തിന് കിട്ടുകയുള്ളൂ എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. അതിനുശേഷം സുസ്മിത സത്യഭാമയുടെ കാര്യങ്ങൾ പറയാനായി നേരെ സത്യഭാമ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പുറത്ത് കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ശാലിനിയും ശ്യാമയും രോഹിത്തും സത്യഭാമയും പപ്പിമോളും നിൽക്കുന്നത് കണ്ടു. ഉടനെ സുസ്മിത ഓർത്തു, ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നേരിട്ട് നിന്ന് കാര്യം പറയാൻ ശ്രമിച്ചാൽ അത് നടന്നെന്ന് വരില്ല. എന്നെ കാണുന്നത് ചിലപ്പോൾ ആട്ടി ഓടിക്കാനാണ് ശ്രമിക്കുക. ഇനിയിപ്പോ എന്താ പോംവഴി? ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് എങ്ങനെയും സത്യഭാമയെ പുറത്തു കൊണ്ടുവരണല്ലോ. അതിനെന്താ ഒരു വഴി? എന്തായാലും 2-3 തവണ ഒന്ന് ബെല്ലടിക്കാം. അതിനുശേഷം എന്തായാലും അവർ പുറത്തിറങ്ങും. ആ സമയത്ത് നേരിട്ട് എന്ന് സംസാരിക്കും. ആദ്യമൊക്കെ കുറെ ചീത്തവിളി കേൾക്കുമെങ്കിലും എന്റെ ആ ലക്ഷ്യം നിറവേറ്റാൻ അവരോട് സംസാരിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് വേണ്ടത് എന്ന് സുസ്മിത തീരുമാനിച്ചു. ഉടനെ തന്നെ സുസ്മിത സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചു. സത്യഭാമ കോള് വരുന്നത് കണ്ട്, ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് ഫോണിലേക്കൊന്ന് നോക്കി. അതോടെ ഫോൺ കട്ടായതോടെ പപ്പിയും സത്യഭാമയും നോക്കുന്നു. സുസ്മിത അപ്പോഴേക്കും ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാമെന്നുറപ്പിച്ച് വീണ്ടും സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചു. ഒന്ന് മിസ് കോൾ വരികയും വേഗം കോള് കട്ടാകുകയും ചെയ്തതോടെ സത്യഭാമയ്ക്ക് ആകെ ടെൻഷനായി. ഉടനെ സത്യഭാമ വേഗം തന്റെ ഫോണും എടുത്ത് അവിടെ നിന്ന് മാറുന്നു. ഇത് തന്നെയാണ് നല്ലത്, ഇതാണ് വേണ്ടതും, ഞാൻ ആഗ്രഹിച്ചും ഇത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സത്യഭാമ ഫോണുമായി പോകുന്നത് കണ്ട് സുസ്മിത ഇതാണ് പറ്റിയ അവസരമെന്ന് ചിന്തിച്ച് സന്തോഷത്തോടെ സത്യഭാമയെ ലക്ഷ്യം വെച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയം സത്യഭാമ ഫോണിൽ ആരാണ് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാനായി അപ്പുറത്തേക്ക് മാറി ആ ഫോണിലേക്ക് സത്യഭാമ കോള് വന്നത് കണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറഞ്ഞു. അതോടെ കോള് വേഗം സുസ്മിത കട്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ ഈശ്വര, ഇനിയാണ് നേരിട്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ തന്നെ നീ ഉണ്ടാവണേ എന്ന്
മനസ്സിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് സുസ്മിത സത്യഭാമയുടെ കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് സത്യഭാമയുടെ അരികിലേക്ക് രോഹിത് എത്തിയത്. എന്തു പറ്റി സത്യാമ്മ എന്ന് ചോദിച്ചതും, കുറച്ചു നേരമായി എന്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നു, ആരാണെന്ന് ചോദിച്ചിട്ട് സംസാരവുമില്ല, അതാ എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു, എന്തായാലും ഞാൻ ഒന്ന് നോക്കട്ടെ സത്യാമ്മ എന്ന് പറഞ്ഞ് വേഗം സത്യഭാമയുടെ കയ്യിൽ നിന്ന് രോഹിത് തന്റെ ഫോണിലേക്ക് വിളിച്ച ആളുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അയ്യോ സത്യാമ്മേ, ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ രോഹിത് ചോദിച്ചു, അല്ല നമ്മള് പപ്പിമോളുടെ ചടങ്ങിന് വേണ്ടി വന്നതല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ പൂജാരി അന്വേഷിക്കുന്നുണ്ട് എന്നറിയിച്ചു. സത്യഭാമ പറഞ്ഞു, ഓ ശരി, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം തന്നെ പപ്പിമോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതേ സമയം ശാലിനി സത്യാമ്മ താഴേക്ക് പോകുന്നത് കണ്ട് നേരെ വീട്ടിലേക്ക് ഓടിയെത്തി. ശാലിനിയെ എല്ലാ ആചാര മര്യാദകളോടെ തന്നെ തന്റെ ചേച്ചി എന്ന അതേ പരിഗണന നൽകിക്കൊണ്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് ശാലിനി മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പപ്പിമോളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ആ പൂജയിൽ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അകത്ത് പൂജ ഹോമം തുടങ്ങാൻ ആരംഭിച്ചത്. അകത്ത് ഹോമം ആരംഭിച്ചു തുടങ്ങിയതും തിരുമേനി പറഞ്ഞു, ഇന്നിവിടെ നടക്കുന്ന ഹോമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇന്ന് ഇവിടെ നടക്കുന്നത് ഒരു മഹാ ഹോമം തന്നെയാണ്. ഇതിൽ ഒരമ്മ തന്റെ കുഞ്ഞിന് വേണ്ടിയാണ്, കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയാണ്, പ്രത്യേകിച്ച് ആയുസ് ദേവനോടുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ത്യാഗവും ഒക്കെയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ പൂജ. ഈ പൂജയിൽ കുട്ടിയുടെ അമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഈ പൂജ ആർക്കു വേണ്ടിയാണ് നടക്കുന്നത്, അവർക്ക് വേണ്ടി, അവരുടെ ആയുസ്സിന് വേണ്ടി എല്ലാവരും മനമൊരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന പുഷ്പങ്ങൾ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുക. ആദ്യം കുട്ടി തന്നെ അർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ഉടനെ ഓം നമഃശിവായ ചൊല്ലി ഈ ചടങ്ങ് നടത്തിക്കോളാൻ എല്ലാവരോടും പറഞ്ഞതും സത്യഭാമ പപ്പിമോളോട് ആ പുഷ്പങ്ങൾ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കാൻ അറിയിച്ചു. പപ്പിമോള് ഉടനെ തന്നെ പ്രാർത്ഥനയോടെ ആ ഹോമകുണ്ഡത്തിനരികിലേക്ക് ചെന്ന് അതിനുള്ളിലേക്ക് തന്റെ കയ്യിലിരുന്ന പൂക്കൾ പപ്പി അർപ്പിക്കുന്നു. അതിനുശേഷം വിഷ്ണു, സത്യഭാമ, രോഹിത് ഇവരെല്ലാവരും ചെയ്തു. ശ്യാമ അപ്പോഴും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു, എന്താ ശ്യാമേ, നീയും ചെയ്യേ എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ഉടനെ തന്നെ അകത്തേക്ക് ആ ഹോമകുണ്ഡത്തിലേക്ക് പൂക്കൾ അർപ്പിക്കാനായി ശ്യാമ അരികിലേക്ക് ചെന്നതും ഉടനെ എല്ലാവരും പൂക്കൾ അർപ്പിച്ചു കഴിഞ്ഞതും പൂജാരി പറഞ്ഞു, അതെ ഇനിയാണ് പ്രധാന ചടങ്ങ്. ആ സമയത്ത് ശ്യാമ തന്റെ കുഞ്ഞേച്ചിയെ കുറിച്ച് ആലോചിച്ചു. ഇത്രയും നേരമായിട്ടും കുഞ്ഞേച്ചി എന്താ എത്താത്തത്, കുഞ്ഞേച്ചി കൂടി വന്നിരുന്നെങ്കിൽ എന്നെല്ലാം ശ്യാമ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ പൂജാരി പറഞ്ഞു, ഇത് പെറ്റമ്മ നടത്തേണ്ട പ്രധാനപ്പെട്ട വഴിപാടാണ്. പെറ്റമ്മയാണ് ഈ ചടങ്ങിൽ പ്രധാനിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെറ്റമ്മയ്ക്ക് എപ്പോഴും മകളുടെ കാര്യത്തിൽ എന്തും ഒരു ശ്രദ്ധയുള്ളത് കൊണ്ടും ഇനിയും ഈ ഒരു ചടങ്ങിൽ സന്തോഷകരമായി എല്ലാവരും പങ്കെടുക്കുക, അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പൂജാരി അറിയിച്ചു. അപ്പോഴേക്കും നാളെ തന്നെ ചടങ്ങ് കൂടി നടക്കാൻ പോകുന്നുവെന്നും നാളെ തന്നെ ബാക്കി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള ആ ഒരു ആശങ്ക ആ നിമിഷം തന്നെ പപ്പിയുടെ ഹോമകുണ്ഡത്തിൽ പൂക്കൾ അർപ്പിക്കുന്നത് കുട്ടിയുടെ പെറ്റമ്മ തന്നെയാണെന്നും പെറ്റമ്മയുടെ പ്രാർത്ഥനയോളം മറ്റാരുടെയും പ്രാർത്ഥന എത്തുകയില്ല എന്നും പൂജാരി അറിയിച്ചു. അതുകൊണ്ട് തന്നെ മനമൊരുങ്ങി പ്രാർത്ഥിച്ചോളൂ കുട്ടികളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയെന്ന് ശ്യാമയോട് അറിയിച്ചു. ഈ കൂട്ടത്തിൽ പ്രധാനമായിട്ട് നടത്തേണ്ട ചടങ്ങും അമ്മയ്ക്ക് തന്നെയാണ്. അമ്മ വേണം തന്റെ മക്കളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ അനുഗ്രഹം തരാതിരിക്കില്ല എന്ന് പൂജാരി അറിയിച്ചു. അത് കേട്ടതും ശ്യാമ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. ഈശ്വര, ഈ ചടങ്ങ് ഞാൻ എങ്ങനെ ചെയ്യും? ഇത് സത്യത്തിൽ കുഞ്ഞേച്ചി ചെയ്യേണ്ട ചടങ്ങല്ലേ, ഇത് ഞാൻ എങ്ങനെയാ ചെയ്യുക എന്നെല്ലാം ആകെ ടെൻഷനോടെ ഓർത്തു. അപ്പോഴേക്കും പപ്പിമോളും ആകെ നിരാശയിലായി. തന്നെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആരുമില്ലല്ലോ എന്ന സങ്കടം ആ നിമിഷം പപ്പിയുടെ മനസ്സിനെ അലട്ടി. ശ്യാമ ആകെ സങ്കടത്തോടെ അങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമ ഇനി എന്ത് മറുപടി പറയുന്നോർത്ത് ആശങ്കപ്പെട്ടു. പൂജാരി അപ്പോഴേക്കും ഓരോരുത്തരുടെയും ജാതകം നോക്കി അവരുടെ ജാതകവശാലുള്ള കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു. ശ്യാമയുടെയും രോഹിത്തിന്റെയും വിഷ്ണുവിന്റെയും ഒക്കെ എല്ലാ ചടങ്ങുകളും കൃത്യമായി പൂർത്തിയാക്കി. ഈ സമയത്ത് സുസ്മിത ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനേ അപ്പുറത്ത് മാറി നിന്ന് കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നു. പപ്പിമോളും വിളിച്ചുകൊണ്ട് പൂജ നടക്കുന്ന പൂജകുണ്ടത്തിനരികിലേക്ക് പൊയ്ക്കൊള്ളാനായിട്ട് തിരുമേനി അറിയിച്ചു. അവിടേക്ക്
എല്ലാവരും പോയ സമയത്ത് പപ്പിമോളുടെ കയ്യിലേക്ക് പുഷ്പങ്ങൾ നൽകുകയാണ് തിരുമേനി. ഇനി അമ്മയാണ് പ്രധാന ചടങ്ങ് നടത്തേണ്ടത്. ഈ ചരട് അമ്മയുടെ വലതു കൈയിൽ കെട്ടിയിരിക്കണം. അമ്മ വലതു കൈയിൽ ഈ ചരട് കെട്ടിക്കൊണ്ട് വേണം കുട്ടിയെ പരിചരിക്കാനും. പൂജാരി ശ്യാമയ്ക്ക് നേരെ നീട്ടിയ ആ ചരട് വാങ്ങിക്കാൻ ശ്യാമ മടി കാണിച്ചു തന്നു. ഉടനെ സത്യഭാമ പറഞ്ഞു, ശ്യാമേ, നിന്നോടല്ലേ പറഞ്ഞത് അകത്തേക്ക് കയറി നിൽക്കാൻ, നീ ഇതാരെയും നോക്കുന്നത് എന്ന് സത്യഭാമ ശ്യാമയോട് ദേഷ്യപ്പെട്ടു. ആരെയല്ല സത്യാമ എന്ന് പറഞ്ഞ് ശ്യാമ ആശങ്കയോടെ ഭഗവാനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞേച്ചി എവിടെ പോയിരിക്കുക എന്നെല്ലാം മനസ്സ് ചിന്തിച്ചുകൊണ്ട് ശ്യാമ മുന്നിലേക്ക് കയറുന്നു. ഉടനെ പൂജാരി തൻ്റെ കയ്യിലിരുന്ന ആ ഒരു പൂമാലയെടുത്ത് ശ്യാമയെ കാണിച്ചിട്ട് പറഞ്ഞു. ഉടനെ ശ്യാമയോട് പറഞ്ഞു, ഈ മാല ഇത് ഭഗവാന് നൽകാനുള്ളതാണ്. ആദ്യം ഈ ചരട് കയ്യിൽ ബന്ധിക്കണം. ഒരമ്മ, നൊന്ത് പ്രസവിച്ച അമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഭഗവാനോട് കേണപേക്ഷിക്കുന്നത്, കണ്ണീരോട് അപേക്ഷിക്കുന്നത് അത് ഭഗവാന് കേൾക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ടി ഭഗവാന്റെ മുന്നിൽ കരഞ്ഞപേക്ഷിക്കുന്ന അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകുമെന്ന് പൂജാരി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്യാമയ്ക്കാകെ ടെൻഷനായി. ഈശ്വര, ഈ കുഞ്ഞേച്ചി ഇതോടെ പോയി ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എന്നോർത്ത് ആശങ്കയോടെ വീണ്ടും ശാലിനി വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു. ഉടനെ സത്യഭാമ പറഞ്ഞു, ശ്യാമേ, നിന്നോടല്ലേ പറഞ്ഞത് ആ ചരട് വാങ്ങിക്കാൻ എന്ന് ദേഷ്യപ്പെട്ടതും ശ്യാമ മനസ്സോടെ ആ ചരട് വാങ്ങിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് ശ്യാമയ്ക്ക് ഒരു ബോധക്ഷയം ഉണ്ടാകുന്നു. ശ്യാമയുടെ കണ്ണുകൾ മറഞ്ഞു പോവുകയും ശ്യാമ മറിഞ്ഞു വീഴാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നതുകൊണ്ടേ വിഷ്ണു ഓടിയെത്തി. എന്താ ശ്യാമ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എൻ്റെ തലയ്ക്ക് ചെറിയൊരു ചുറ്റൽ പോലെ തോന്നി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിക്കോളും. താഴെ ചേച്ചിമാരുടെ അടുത്തുണ്ടല്ലോ, അങ്ങനെ പോയി ഞാൻ ഒന്ന് കുടിച്ചോളാം എന്ന് ശ്യാമ അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ആകെ ടെൻഷനിലായി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്, എന്താണ് ശ്യാമയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് രോഹിത്തിൻ്റെ മനസ്സിനല്ലട്ടെ. രോഹിത്ത് പറഞ്ഞു, ശ്യാമ താൻ തന്നെ പോകണ്ട, ഞാനും വരാം എന്ന് പറഞ്ഞു. ശ്യാമ പറഞ്ഞു, വേണ്ട, മോളുടെ അടുത്ത് നിന്നു, ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശ്യാമ. അപ്പോഴേക്കും ശ്യാമ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എല്ലാം മംഗളകരമായി നടന്ന് എല്ലാം ഭംഗിയായി തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ശ്യാമ. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കൂടി വന്നത്. വേഗം തല ചുറ്റി എന്ന് ഉള്ള അഭിനയം കാഴ്ചവെച്ചതുകൊണ്ട് തൽക്കാലം അവിടെ നിന്ന് ആ ഹോമകുണ്ടത്തിനരികിൽ നിന്ന് ശ്യാമ തനിക്ക് എന്തോ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്ന സന്തോഷത്തിൽ പുഞ്ചിരിക്കുന്നു.